വീടുകളിൽ ബന്ധുക്കളെല്ലാം ഒത്തുചേരുന്നു, ആഘോഷങ്ങളിലേക്ക് കടക്കുന്നു. വിവിധ ജില്ലകളിൽ നിന്ന് ഓണം വിശേഷങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് VS അനുവിലേക്കാണ് ആദ്യം പോകുന്നത്. അനു, പറയാനുള്ളത് തിരുവനന്തപുരത്തെ ഓണം അതെപ്പോഴും ഒരു വ്യത്യസ്തമാണ്. മലബാറിൽ നിന്നൊക്കെ ഏറെ വ്യത്യസ്തമായ ആഘോഷങ്ങൾ തിരുവനന്തപുരത്ത് നമ്മൾ കാണാറുണ്ട്. സദ്യയുടെ കാര്യത്തിലായാലും മറ്റ് ആചാരങ്ങളുടെ കാര്യത്തിലായാലും ഒക്കെ. അപ്പോൾ എങ്ങനെയാണ് ഉത്രാടപ്പാച്ചിൽ തിരുവനന്തപുരം നഗരത്ത് എവിടെയെല്ലാമാണ് ഏറ്റവും കൂടുതൽ തിരക്കുള്ളത്? അനു, ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? അരുണ്യ, ഏതായിരുന്നാലും ഇനി മണിക്കൂറുകൾ മാത്രമാണ് തിരുവോണത്തിന് ഉള്ളത്. നമുക്ക് ഓണം എങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരംകാരത്തെ സംബന്ധിച്ച് ഓണം ആഘോഷിക്കണമെങ്കിൽ അത് പത്മനാഭന്റെ ഫ്രണ്ടിൽ വരണം, മുന്നിൽ വരണം. കാരണം ഇതിന് മുന്നിലാണ് ചാലക്കമ്പോളം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് തൊട്ട് മുമ്പിലെ ഈ വീതിയിലാണ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഈ തെരുവ് കച്ചവടം ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരിടമാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ വലിയ ആൾക്കൂട്ടം, നമ്മളിവിടെ വൈകിട്ട് വന്നത് മുതൽ തന്നെ വലിയ തിരക്കാണ് ഇവിടെ ഉള്ളത്. പ്രത്യേകിച്ച് വസ്ത്രങ്ങളുടെ, അതുകൂടാതെ തന്നെ മറ്റ് വ്യാപാരങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. നമുക്ക് ആളുകളുടെ ഇപ്പോ ഒരു കച്ചവടക്കാരങ്ങനെ ഇങ്ങനെ പല തരത്തിലാണ് ഇവിടെ കച്ചവടം പൊടിക്കുന്നത്. പലതരം. നമുക്ക് ചേട്ടന്മാർ ചോദിക്കാം, ചേട്ടാ എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, എങ്ങനെ പോകണം. ഇന്നലെ കുറച്ച് ഡല്ലായാലും ഇന്നലെ നമുക്ക് കുഴപ്പമില്ല. പത്മനാഭന്റെ ഒരു മണ്ഡലിൽ നമുക്ക് നിൽക്കും. നമുക്ക് നല്ലൊരു പ്രതീക്ഷ ഉണ്ട്. നമ്മൾ വിൽക്കുന്നത് ഒരു 10-13 വർഷമായി നമ്മൾ വരാൻ തുടങ്ങി. ഇതുവരെ സങ്കടപ്പെട്ട് പോയിട്ടില്ല ഞാൻ വിചാരിക്കുന്നു. ഏതായാലും നമ്മളോടൊപ്പം ദേവൻ കൂടെ ഉണ്ട്. നമ്മുടെ ഒരുപക്ഷെ ദേവന്റെ തിരുവനന്തപുരത്ത് ആദ്യത്തെ ഓണമാണോ? എങ്ങനെയുണ്ട് ഇവിടുത്തെ ഈ കാഴ്ചകളൊക്കെ? നമ്മൾ ഈ ഉത്രാടപ്പാച്ചിലോട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ലൈവിന് നമുക്ക് വൈകിട്ടൊക്കെ ഇറങ്ങാമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം നമ്മൾ സ്വാഭാവികമായിട്ടും തിരുവനന്തപുരത്ത് എങ്ങോട്ട് പോകുന്നുള്ള സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ അനുചേട്ടൻ പറഞ്ഞിരുന്നു തിരുവനന്തപുരത്ത് ഒരു ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കും കാര്യങ്ങളും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ സമീപത്തേക്ക് തന്നെ എത്തണം. അവിടെയാണ് ശരിക്കും ഈ ഉത്രാടപ്പാച്ചിൽ എന്ന് പറയുന്ന അതിന്റെ ഒരു ഫീല് നമുക്ക് ശരിക്കും കിട്ടണമെങ്കിൽ അവിടെ വരണമെന്ന് പറഞ്ഞിരുന്നു. ശരിയാണ്, ഇവിടെ വന്നപ്പോൾ അത് മനസ്സിലായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വീട്ടിലേക്ക് വേണ്ട ഒരു സാധാരണക്കാരൻ ഒരു വീട്ടിലേക്ക് ഓണമായി ബന്ധപ്പെട്ടുകൊണ്ട് വാങ്ങേണ്ട സാധനങ്ങൾ ഒരൊറ്റ കുടക്കീഴിൽ വാങ്ങി ഇവിടെ നിന്ന് പോകാം. ഒരറ്റം മുതൽ അങ്ങറ്റം വരെ നടന്നു കഴിഞ്ഞാൽ വസ്ത്രമായിക്കോട്ടെ, അല്ലെങ്കിൽ പലവ്യഞ്ജന വസ്തുക്കളായിക്കോട്ടെ, അല്ലെങ്കിൽ കൊച്ചു കുട്ടികൾക്കുള്ള കളിപ്പാട്ട വസ്തുക്കളായിക്കോട്ടെ, അങ്ങനെ എല്ലാ സാധനവും ഒരൊറ്റ നടത്തിൽ തന്നെ വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോകാം എന്നുള്ളതാണ് ഈ ഒരു മാർക്കറ്റിന്റെ പ്രത്യേകത. അതിന്റെ തിരക്ക് തന്നെയാണ് സ്വാഭാവികമായിട്ട് ഇവിടെ കാണുന്നതും. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയും. ഒരുവിധപ്പെട്ട എല്ലാ വസ്തുക്കളും ഇവിടെ നിന്ന് നമുക്ക് വാങ്ങാൻ കഴിയുന്നുണ്ട്. മറ്റ് ആളുകളുടെ ഒരു പ്രതികരണത്തിലേക്ക് കൂടി പോകാമായിരിക്കും അല്ലേ? എങ്ങനെയുണ്ട് ഓണത്തിന്റെ ഒരു തിരക്കൊക്കെ ആയി? എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഓണം കാണലെന്ന് പറയുമ്പോൾ ഈ പബ്ലിക്കിന്റെ ഈ ഒരു കൂട്ടമുണ്ടല്ലോ, അത് വർഷത്തിലൊരിക്കൽ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ അടുത്തിനി വേണമെങ്കിൽ നമുക്ക് ആറ്റുകാൽ പൊങ്കാല വരെ കാത്തിരിക്കണം. അപ്പോൾ ഇതൊരു ഭയങ്കര രസമുള്ളൊരു സംഭവമാണ്. ഞങ്ങൾ ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം വല്ലപ്പോഴും ഇങ്ങനെ നിരത്തിലിറങ്ങാൻ പറ്റുന്നൊരു സംരംഭം കൂടിയാണിത്. അപ്പോൾ എല്ലാം ഓണം കണ്ടു. അപ്പോൾ എല്ലാവരും പ്രേക്ഷകർക്കും ഓണാശംസകളും തരുന്നു. സദ്യക്കുള്ള ഒരുക്കോട്ടങ്ങളൊക്കെ പൂർത്തിയായോ? എല്ലാം പൂർത്തിയായി. ഓക്കെ, താങ്ക് യു. ഇങ്ങനെയാണ് അരുണ്യ, വലിയ തിരക്കാണ് ഇപ്പോൾ ഈ പറയുന്ന പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുൻവശത്ത് ഉൾപ്പെടെ വലിയ തിരക്ക് തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും അധികം ഈ തെരുവ് കച്ചവടം നടക്കുന്ന ഒരിടമാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപത്ത്. അതുകൊണ്ട് തന്നെ വലിയ സാധനങ്ങളൊക്കെ മേടിച്ചോ? ഇല്ല, നീ ഒന്നും മേടിച്ചിട്ടില്ല, മേടിക്കാൻ പോണതേ ഉള്ളൂ. ഏതായാലും വന്നതേ ഉള്ളൂ. ഉത്രാട പാച്ചിലാണ് എല്ലാവരും ഉള്ളത്. ദേവാ, പറയൂ, ഇനി മറ്റെന്താണ് ഇവിടുത്തെ? ഇനിയിപ്പം സ്വാഭാവികമായിട്ടും നാളെ തിരുവോണ ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു തിരുവോണത്തിന്റെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും നമുക്ക് എന്തായാലും ഈ സദ്യവട്ടങ്ങൾ ഒരുക്കേണ്ട ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ മുതൽ കണ്ടതാണ്, ചാല മാർക്കറ്റിലെ തിരക്കുകളൊക്കെ നമ്മൾ കണ്ടതായിരുന്നു. ആ ഒരു തിരക്കും കാര്യങ്ങളും എല്ലാം തന്നെ മറ്റൊരു വശത്ത് നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ എത്രയും വേഗം, ഇപ്പോൾ സമയം ഏകദേശം 5:00 അടുത്ത് കഴിഞ്ഞു, എത്രയും വേഗം ഈ ഒരു ഓണത്തിന്റെ ഷോപ്പിംഗ് എല്ലാം തന്നെ പൂർത്തിയാക്കി ആളുകൾക്ക് വീട്ടിലേക്ക് എത്തണം. പിന്നെ വേണം നാളെ സദ്യവട്ടത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കാം. നമുക്ക് ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പിന്തുടരുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഉത്രാടത്തിന് നമ്മൾ സദ്യ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഭക്ഷണ വസ്തുക്കളൊന്നും നമ്മൾ ബാക്കി വെച്ചേക്കില്ല. തിരുവോണത്തിന് എല്ലാ വസ്തുക്കളും എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും ആദ്യം മുതൽ ഒന്നേന്ന് പറഞ്ഞ് ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരം വീട്ടിലേക്ക് എത്തി അത് നാളത്തേക്കുള്ള കറിവട്ടങ്ങളെല്ലാം തന്നെ അരിഞ്ഞു വെച്ചുകൊണ്ട് നാളെ സദ്യക്ക് തയ്യാറെടുക്കണം. സ്വാഭാവികമായിട്ടും അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു തിരക്ക് ഈ സമയത്ത് അനുഭവപ്പെടുന്നത്. ഈ ഒരു ഓണത്തിന്റെ ഒരു പർച്ചേസുമായിട്ട് ഇറങ്ങിയതാണോ? ഓണത്തിന്റെ ഒരു തിരക്കാണോ? സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ? എങ്ങനെയുണ്ട് തിരക്ക്? എങ്ങനെയുണ്ട്? പൊതുവേ ഇങ്ങനെയാണ് തലേ ദിവസം ഉത്രാടപ്പാച്ചിൽ.
ഉത്രാടപ്പാച്ചില് തന്നെയാണ് ശരിക്കും. ഈ പറയുന്ന പോലെ തന്നെയാണ്, ഉത്രാടപ്പാച്ചില് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമുക്കിപ്പം ഈ ഒരു പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് മുന്നിലെ ഈ ഒരു വഴി നമുക്ക് പൂർണ്ണമായിട്ട് അങ്ങോട്ട് നടക്കാൻ, സ്വതന്ത്രമായിട്ട് നടക്കാൻ കഴിയുന്നില്ല. കാരണം ഈ സാധനം വാങ്ങിക്കാൻ വന്ന ആളുകളുടെ ഒരു തിരക്കുണ്ട്. മറ്റൊന്ന്, കാഴ്ചകൾ കാണാൻ കൂടി ഇവിടെ ആളുകൾ എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ്. കാരണം നമ്മൾ വെറുതെ സാധനം വാങ്ങിക്കാനല്ല, വെറുതെ ഒന്ന് വന്നാൽ പോലും നമുക്ക് കൺകുളിർക്കെ കാഴ്ചകൾ കണ്ട് മടങ്ങാം. ഇപ്പം സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ആഭരണങ്ങളും അങ്ങനെയുള്ള വസ്തുക്കളെല്ലാം തന്നെ ഒരു വശത്ത് വിൽപ്പനയുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഈ കാഴ്ചകളൊക്കെ തന്നെ കണ്ട് മടങ്ങി അങ്ങനെയും ഒരു ഷോപ്പിംഗ് ദിവസം കൂടിയാണ് സ്വാഭാവികമായി ഉത്രാടപ്പാച്ചിൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു കാര്യം കൂടിയുണ്ട്. ഇതൊരു തിരക്ക് സംബന്ധിച്ച് സാധനങ്ങൾ വാങ്ങുക എന്നതിനപ്പുറത്തേക്ക് തന്നെ ഈ ഒരു തിരക്കിന്റെ ഭാഗമാവുക. തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വൈകുന്നേരത്തോടു കൂടി ഈ സാധനം വാങ്ങാനൊക്കെയായി ഇറങ്ങിയ ശേഷം തൊട്ടപ്പുറത്ത് കനകക്കുന്നിൽ സർക്കാരിന്റെ ടൂറിസം വകുപ്പിന്റെ ഈ വൈദ്യുത ദീപാലങ്കാരം ഉണ്ട്. ഓണം വാരാഘോഷം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടെത്തി ആ ഒരു വൈദ്യുത ദീപാലങ്കാരവും കാര്യങ്ങളും ഒക്കെ തന്നെ കണ്ടു വേണം ഇന്ന് വൈകിട്ടേക്ക് വീട്ടിലേക്ക് മടങ്ങാൻ. ആ ഒരു പാക്കേജ് എന്നുള്ള രീതിയിലാണ് ഈ ഓണ ദിവസങ്ങൾ അല്ലെങ്കിൽ ഈ ഉത്രാട ദിവസങ്ങളെല്ലാം തന്നെ അനന്തപുരിയിലുള്ളവർ, തലസ്ഥാനത്തുള്ളവരെല്ലാം തന്നെ ഈ നഗരത്തിന് നടുവിലേക്ക് ഇറങ്ങുന്നത്. സ്വാഭാവികമായിട്ടും നമുക്ക് അനുചേട്ടൻ തിരുവനന്തപുരംകാരനാണ്. അനുചേട്ടനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഓണവും തിരുവനന്തപുരത്ത് മാത്രം ആഘോഷിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് എന്താണ് ഇത്തവണത്തെ ഓണത്തിന്റെ പ്രത്യേകത എങ്ങനെയാണ്? അല്ല, ഒരു തവണ ആലപ്പുഴ ആഘോഷിച്ചിട്ടുണ്ട്. ഏതായാലും ഇത്തവണ നമുക്കറിയാം, നമുക്ക് വലിയ ഒരു ആവേശം ഇത്തവണ ഉണ്ട്. കാരണം പ്രത്യേകിച്ച് ഈ നമുക്കറിയാം 1-2 ഓണക്കാലങ്ങൾ നമുക്ക് കോവിഡും പ്രളയവും ഒക്കെ കഴിഞ്ഞ തവണയാണ് അത് ഒന്ന് മാറി നിന്നത്. ഈ ദുരിതങ്ങളൊന്നും ഇല്ലാതെ ഒരു ഓണക്കാലത്തിലേക്ക് നമ്മൾ കടക്കുന്നു എന്നുള്ളതാണ് ഇത്തവണത്തെ ഒരു പ്രത്യേകതയായി തന്നെ നമുക്ക് പറയാൻ കഴിയുക. ഏതായാലും വലിയ ആവേശത്തിലാണ്. നമുക്ക് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഒരാഴ്ച ഇനിയും ഓണം വാരാഘോഷമാണ്. ന്യൂസ് മലയാളം സംഘടിപ്പിക്കുന്ന ഈ പറയുന്ന ഈ സംഗീത നിശാഗന്ധി നടക്കുന്നുണ്ട്. അങ്ങനെ ഇനിയുള്ള ദിവസങ്ങൾ മുഴുവൻ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ആഘോഷത്തിൻ്റെതാണ്. ഇനി ഈ തിരുവോണത്തിന് മണിക്കൂറുകൾ മാത്രം. ചേച്ചി സാധനങ്ങളൊക്കെ മേടിച്ചു? സാധനമൊക്കെ വാങ്ങിയായിരുന്നു. ഓണക്കോടിയൊക്കെ നേരത്തെ മേടിച്ചായിരുന്നു? ഓണക്കൊടിയൊക്കെ ഈ തിരക്കിനിടയിൽ വാങ്ങാൻ പഠിച്ചിട്ട് നേരത്തെ പോയി വാങ്ങിയായിരുന്നു. ഇത്തവണത്തെ ഓണം എങ്ങനെയാണ്? അടിപൊളിയായിട്ടുണ്ട് ഇപ്പോഴത്തെ ഓണം. കണ്ടില്ലായിരുന്നോ? മഴയില്ലായിരുന്നോ? സൂപ്പർ ഓണം. നമുക്ക് നമ്മുടെ സനിസ കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത പോലെ ഈ മഴ പ്രശ്നമാകും എന്നൊക്കെയുള്ള ചില പ്രവചനങ്ങൾ നമ്മുടെ കാലാവസ്ഥാ വിദഗ്ധ സനിസ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സനിസയുടെ പ്രവചനങ്ങൾ ചെറുതായി തെറ്റുന്നുണ്ടോ എന്നുള്ളതാണ് സംശയം. ഇടയ്ക്കൊരു മഴക്കോളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും മഴ മാറി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഇവിടേക്ക് എത്തുന്നുണ്ട്. ഏതാണ്ടാലും ഓണം അതിൻ്റെ ഏറ്റവും വലിയ വൈബിലാണ് തിരുവനന്തപുരത്ത് ഉള്ളത്. തീർച്ചയായും ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം ഉത്സവ വൈബാണ്. പത്മനാഭന്റെ മണ്ണിൽ VS അനുവും ദേവനും നമ്മുടെ ന്യൂസ് മലയാളം ടീം ഒന്നാകെ ഓണം തകൃതിയായി ആഘോഷിക്കുക. എല്ലാവരും കുടുംബത്തോടൊപ്പം ഒക്കെ ചിലവഴിക്കാൻ സമയം കണ്ടെത്തണം.